പാട്ട് കേൾക്കുവാൻ പോവുകയാണ്. അതിനുവേണ്ടി ഷെർലിനെയും ഷാനിനെയും പാട്ട് പാടുന്നതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയത് താരങ്ങളിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ താരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ പാപത്തെ ജയിച്ചിടുവാൻ ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ പാപത്തെ ജയിച്ചിടുവാൻ ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് നമ്മൾ കേൾക്കുവാൻ ഇടയായി. ഈ മരുഭൂമി യാത്രയിൽ ദൈവത്തിന്റെ കൃപ മതി. രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും കഷ്ടത്തിന്റെയും നടുവിൽ ശത്രുവിനോട് എതിർക്കുവാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമെന്ന് പാട്ടുപാടി നമ്മൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ചല്ലോ. ഹല്ലേലൂയ. ഷെർലിനെയും ഷാണിനെയും ഇതിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ദൈവവചനത്തിന് മുൻപാകെ നമ്മൾ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ദൈവവചനം ഏത് സമയത്തും നമ്മളെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും രോഗക്കിടക്കയിൽ മാറ്റി തിരിക്കുന്ന ദൈവത്തിന്റെ വചനം.
ഏത് സ്ഥാനത്ത് നമ്മളെ ഉറപ്പും ധൈര്യം തരുന്ന വചനം ഇന്ന് രാത്രി കാലം നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാൻ ദൈവത്തെ കർത്താവിന്റെ മുൻപാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ആത്മാവിൽ എഴുതിയ വചനം അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നതാകയാൽ ആത്മാവിന്റെ നിറവോടെ രാത്രി കാലം ശുശ്രൂഷിക്കുവാൻ പത്രദാസനെ ബലപ്പെടുത്തേണ്ടതിനും പ്രയലായിരിക്കുന്ന ഏവർക്കും അത് അനുഗ്രഹമായി തീരേണ്ടതിനും നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഇല്ലായിരിക്കാം. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പാസ്റ്റർ രഞ്ജൻ ജോർജിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളു. കർത്താവിന്റെ ധന്യ തിരുനാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ പ്രത്യേകിച്ച് ഈ യോഗം ലീഡ് ചെയ്യുന്ന ബഹുമാനിയ ദേവദാസി, പ്രയലിലൂടെ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹിതന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവും വന്ദനവും പ്രാരംഭമായി അറിയിക്കുന്നു. ഈ ആണ്ടിന്റെ ആദ്യത്തെ വ്യാഴാഴ്ച ദൈവത്തിന്റെ വചനവുമായി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ പരിപാലിച്ചു, സംരക്ഷിച്ചു, കരുതി ആ നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് ഒരവസരം കൂടെ ഈ ആയുസ്സിൽ നമുക്ക് തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ദൂതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. കർത്താവ് നമ്മളെ നടത്തുന്ന ദൈവമാണ്, പരിപാലിച്ച ദൈവമാണ്, സംരക്ഷിച്ച ദൈവമാണ്, കരുതിയ ദൈവമാണ്. അവൻ നന്നായി നമ്മളെ സൂക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ആണ്ടിന്റെ ആരംഭ ദിവസങ്ങൾ നമുക്ക് ദൈവത്തിലായിരിക്കാൻ കഴിയുന്നത്. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കിടക്കാം. അതിനാധാരമായിട്ട് 2 വേദഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കണം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, പ്രോബ്സ് ചാപ്റ്റർ 4 വേഴ്സ് 18. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഇങ്ങനെയാണ്: നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിലെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ആ വേദഭാഗം വായിക്കാം. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിലെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. 2-ാമത്തെ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങളാണ്. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 37 and 38. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 37-38 വാക്യങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു: അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. ഒരിക്കൽ കൂടി ഞാൻ വേദഭാഗം വായിക്കാം. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. ഈ 2 വേദഭാഗങ്ങളിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ദൈവമക്കളായിരിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്നെ കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ശ്രദ്ധിക്കണം. എനിക്ക് ഓൺലൈനിൽ ശബ്ദമില്ല എന്നുള്ള മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, ഒരിക്കൽ കൂടെ ഞാൻ ആ വേദഭാഗം ഒരിക്കൽ കൂടെ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണ്. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 18-ാം വാക്യം: നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിലെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. 2-ാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 37-38 വാക്യങ്ങളാണ്. 37 വാക്യം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. ഈ വേദഭാഗത്തു നിന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ദിവസം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 2 ഭാഗങ്ങളിലും 2 പദങ്ങൾ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് നീതിമാന്മാർ, 2-ാമത്തെ ഭാഗം അനുഗമിക്കുക എന്ന വിഷയമാണ്. ഒന്ന് നീതിമാന്മാരെന്ന, 2 അനുഗമിക്കുക എന്നുള്ള വിഷയവുമാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം. 2024 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അനുഗമിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. നമ്മുടെയൊക്കെ അനുഭവം അതാണ്. നിങ്ങൾ ദൈവത്തെ അനുഗമിക്കുന്നവരാണോ, പിൻപറ്റുന്നവരാണോ, യേശുവിന്റെ പുറകെ കടന്നു പോകുന്നവരാണോ, യേശുവിനെ ആരാധിക്കുന്നവരാണോ,
നിങ്ങളെ നശിപ്പിക്കുവാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവിന്റെ ഒരു കരുതൽ വെളിപ്പെടും. ആ ഭാഗമാണ് ഇന്ന് ഈ ദിവസം നിങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കണം. കാരണം അനുഗമിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. യേശുവിനെ അനുഗമിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. നമുക്കറിയാം, കർമ്മേലിൽ ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, അവൻ ഒരു ഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ മറുഭാഗത്ത് വിഗ്രഹത്തെ ആരാധിക്കുന്ന 880 പ്രവാചകന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു വ്യക്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, മറുഭാഗത്ത് 850 പരം ആളുകൾ, പ്രവാചകന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ സംഭവിച്ചു നമുക്കറിയാം. യേശുവിനെ അനുഗമിക്കുന്ന, ദൈവത്തെ അനുഗമിക്കുന്ന പ്രവാചകനായ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് നോക്കിയിട്ട് പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് മറുപടി വരികയാണ്. അതുകൊണ്ട് 2024 എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, പ്രാർത്ഥിക്കുന്നവനാണോ ദൈവത്തിന്റെ മറുപടിയുണ്ട്. അനുഗമിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങൾ ദൈവിക പ്രമാണത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ അനുഗമിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നയാളാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കണം. കർമ്മയിൽ അതാ നമ്മൾ കണ്ടത്. അനുഗമിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അനുഗമിക്കുന്നവന്റെ വാക്കിന് ഭയങ്കര ശക്തിയുണ്ട്. നമുക്കറിയാം, പത്രോസും യോഹന്നാനും 9-ാം മണിനേരത്ത് ആലയത്തിലേക്ക് പോകുമ്പോ സകലതും വിട്ട് യേശുവിനെ അനുഗമിക്കുന്നവര്, യേശുവിനെ നമ്പർ 1 ആയിട്ട് കാണുന്നവരാണ് അവര്. സ്വന്തം ജീവനേക്കാൾ യേശുവിനെ സ്നേഹിക്കുന്നവരാണ് അവര്. അവർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തരായ ഒരു മനുഷ്യൻ അവിടെ നിന്നോട് വിഷയം ചോദിച്ചു. ഇവരോടും ചോദിച്ചു. അപ്പോൾ ഉണ്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊന്നുണ്ട്, നസറനായ യേശുവിന്റെ നാമം. ആ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ കുതിച്ചെഴുന്നേൽക്കുകയാ. എന്ന് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അനുഗമിക്കുന്നവന്റെ വാക്കിന് ഭയങ്കര ശക്തിയുണ്ട്. നമ്മുടെ അക്ഷരങ്ങൾ ചലിപ്പിക്കുമ്പോൾ അത് സ്തോത്രവും സ്തുതിയും അർപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നാം പറയുന്ന വാക്കുകൾക്കകത്ത് വലിയ ശക്തി വെളിപ്പെടും. അതിന് തെളിവാണ് പത്രോസും യോഹന്നാനും പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കൊന്നുണ്ട്, നസറനായ യേശുവിന്റെ നാമം. ആ നാമം അനുഗമിക്കുന്നവൻ ഉപയോഗിക്കുമ്പോഴൊക്കെ അതിന്റെ ശക്തി വെളിപ്പെടും. അപ്പോൾ അനുഗമിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, അനുഗമിക്കുന്നവന്റെ വാക്കിന് ശക്തിയുണ്ട്, അനുഗമിക്കുന്നവന്റെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്. പൗലോസ് നമുക്കറിയാം, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. പിന്നീട് അവൻ കാരാഗ്രഹത്തിനകത്തായി, ദേഹം മുഴുവൻ മുറിവേൽപ്പിക്കപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ അർദ്ധരാത്രിയായി, വേദന കൊണ്ട് ശരീരത്തിൽ ആ പ്രയാസങ്ങളുണ്ട്. എന്നാൽ അവിടെ കൊടുത്തിരിക്കുന്ന വാക്കിങ്ങനെ, അവർ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി, പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇളകി, ചങ്ങലകൾ അഴിഞ്ഞു വീണു. കണ്ടോ? എന്ന് പറഞ്ഞാൽ ആ അനുഗമിക്കുന്നവന്റെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണമേ ദൈവം. ഇതില് 2024 എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത് ഇതാണ്. വെറുതെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2023 അവസാനം 31-ാം തീയതി രാത്രിയിൽ ലഭിച്ച ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അനുഗ്രഹം. അത് നല്ലതാണ്. ഒരു വാക്യം നമ്മൾ നറുക്കെടുപ്പിലൂടെ നമുക്ക് കിട്ടി, നല്ല കാര്യമാണ്, നല്ല വാക്യമാണ്. കാരണം നല്ല വാക്യങ്ങൾ മാത്രമേ അതിനകത്തിടത്തുള്ളൂ. ഇപ്പൊ കിട്ടുന്ന വാക്യമെല്ലാം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അനുഗ്രഹമായി മാറണമെങ്കിൽ നാം യേശുവിനെ അനുഗമിക്കണം, ദൈവത്തെ അനുഗമിക്കണം, അവന്റെ വചനത്തെ അനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഭയങ്കര ശക്തിയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കിന് ഭയങ്കര ശക്തിയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ടാകും. ദൈവത്തെ അനുഗമിക്കുന്നവന്റെ വാക്കിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ടെന്ന് ആ വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വരികയാണ്. നമ്മൾ വായിച്ച കുറിവാക്യം സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 18-ാം വാക്യമായിരുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിലെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരും. 2-ാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യമാണ്. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. ആ വേദഭാഗത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ 1-ാം ഭാഗം ആദ്യം സംസാരിച്ച ശേഷം അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിറ്റേന്നാൾ യോഹന്നാൻ സ്നാപകൻ
പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകനെ നമുക്കറിയാം. ആ ജനനം തന്നെ ഒരു പ്രാർത്ഥനയുടെ മറുപടിയാ. ഇനിയും നടക്കത്തില്ല എന്ന് ലോകം വിധി എഴുതിയ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് കാലതാമസം വന്നാലും മറുപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന ഒരു ജനനമായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ ജനനം. നമുക്ക് ആ വിഷയം അറിയാം. സക്കറിയ പുരോഹിതനും എലിസബത്ത് അമ്മച്ചിയെ കുറിച്ച് പുസ്തകം പറയുന്നത് അവർ നല്ല ആളുകളാണ്, പക്ഷെ അവർക്ക് മക്കളില്ല. അവർ ഒരു വയസ്സ് എന്നവരായി മാറി, മക്കളുണ്ടാകാൻ സാധ്യതയില്ലാത്തവരായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം മറുപടി വന്നത് ഇങ്ങനെയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നാണ്. സാധ്യതയില്ലാത്ത അനുഭവത്തിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഈ യോഹന്നാൻ സ്നാപനത്തിൽ കാണാം. എന്നെ കേൾക്കുന്ന ദൈവത്തോട് ഞാൻ പറയട്ടെ, സാധ്യതയില്ലാത്ത അനുഭവമാണെങ്കിൽ, അസാധ്യമാണെന്ന് എല്ലാവർക്കും ഒരുപോലെ തോന്നുന്ന അനുഭവമാണെങ്കിലും വിശ്വാസത്തോടുകൂടി ആ പ്രാർത്ഥന ആ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുമെന്ന്, അസാധ്യങ്ങളെ സാധ്യമാക്കുമെന്ന്, പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുത്തുമെന്ന് നമുക്ക് നന്നായി ബോധ്യപ്പെടുത്തുന്ന ഒരു കുടുംബമാണ് ഈ സക്കറിയ പുരോഹിതന്റെയും എലിസബത്ത് അമ്മച്ചിയുടെയും കുടുംബം. യോഹന്നാൻ സ്നാപകന്റെ ജനനം അതാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ അസാധ്യതയെന്ന് സാധ്യമായി വെളിപ്പെട്ട ഒരു ജനനമാണ് യോഹന്നാൻ സ്നാപകന്റെ ജനനം. പുരോഹിതന്റെ മകനായി ജനിച്ച് അടുത്ത പൗരോഹിത്യത്തിലേക്ക് പോകേണ്ടവൻ, പക്ഷേ പൗരോഹിത്യത്തിലേക്ക് തിരിയാതെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു പ്രവാചക ശബ്ദമായി പുറത്തു വരികയാണ്. അവൻ വളർന്നു കഴിഞ്ഞപ്പോ അവൻ മരുഭൂമിയിൽ വിളിച്ചു പറയാൻ തുടങ്ങി. യേശുവിന്റെ വരവിനെ കുറിച്ച് വിളിച്ചു പറയാൻ തുടങ്ങി. അവന് മുന്നോടിയായി വെളിപ്പെടുത്തേണ്ട മാനസാന്തരത്തെ കുറിച്ച് വെളിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ യേശുവിനെ കുറിച്ച്, മാനസാന്തരത്തെ കുറിച്ച് വെളിപ്പെടുത്തിയ ആ യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ ഇതാ ആ സ്നാനക്കുളത്തിലേക്ക് വരുന്നത് കണ്ടിട്ട് അവിടെ നിന്ന പുരുഷാരത്തോട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാണ് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചു പഠിച്ചതല്ല. ആ കാലഘട്ടം കൊണ്ട് അവന്റെ പിതാവ് ഉൾപ്പെടെയുള്ള പുരോഹിതന്മാർ പറഞ്ഞു കേട്ട് ആവർത്തിച്ച് പറഞ്ഞതല്ല. പിന്നെയോ ദൈവം കൊടുത്തൊരു വെളിപ്പാടാണ്. ദൈവം കൊടുത്തൊരു വെളിപ്പാടാണ്. യേശു പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് വെളിപ്പാട് പ്രാപിച്ചവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അവനാണ് ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവത്താൽ ഇറങ്ങി വന്നിരിക്കുന്ന പുത്രനായ യേശു കർത്താവിനെ അവൻ ചൂണ്ടിക്കാണിക്കുക. പിന്നീട് അവനെ യേശു കർത്താവിനെ സ്നാനപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് കഴിഞ്ഞ് പിറ്റേന്നാൾ യോഹന്നാൻ സ്നാപകൻ, അവന് ശിഷ്യന്മാരുണ്ട്. ഈ ഭാഗത്ത് തന്നെ 2 ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരാളുടെ പേരെവിടെ കൊടുത്തിട്ടുണ്ട്, അന്ത്രയോസ് എന്നാണ് പേര്. മറ്റൊരാളുടെ പേരെവിടെ കൊടുത്തിട്ടില്ല. എന്നാൽ എഫെസോസ് സഭയുടെ സ്ഥാപനത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയും. പൗലോസ് കൊരിന്തിൽ നിന്ന് എഫെസോസിൽ പോയപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ അവിടെ കുറച്ചു പേരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരാരായിരുന്നു ചോദിച്ചാൽ അവര് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരാണ്. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള 2 ശിഷ്യന്മാരുമായി ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ വീണ്ടും ഇതാ യേശു കർത്താവ് അതുവഴി കടന്നുപോയി. യേശു കർത്താവ് അതുവഴി കടന്നു പോകുന്നത് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരോട്, അന്ത്രയോസിനോടും മറ്റേ ശിഷ്യനോടും പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് ഈ 2 ശിഷ്യന്മാർക്ക് യേശുവിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ ശിഷ്യന്മാര് യോഹന്നാൻ സ്നാപകനെ വിട്ട് യേശു കർത്താവിന്റെ പുറകെ പോയി. അവിടെ കൊടുത്തിരിക്കുന്നത് ആ 2 പേർ അത് കേട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. ശ്രദ്ധിക്കണമേ ദൈവം, ഇതിലെ രക്ഷകനെ വെളിപ്പെട്ട് കിട്ടിയാൽ ബാക്കിയുള്ളതിനെ എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് രക്ഷകന്റെ പുറകെ പോകണം. 2024 എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ പറയട്ടെ, യേശു ആരാണെന്നുള്ള ബോധ്യം ഹൃദയത്തിനകത്ത് കിട്ടിയാൽ പിന്നെ അതിനേക്കാൾ വലുതായിട്ട് വേറൊന്നിലേക്ക് നമ്മുടെ കണ്ണ് തിരിയരുത്, നമ്മുടെ ശ്രദ്ധ തിരിയരുത്.
യേശു ആരാണ്, രക്ഷകനാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പിന്നെ അവനെ അനുഗമിക്കുക എന്നുള്ളതാണ് ഈ ബോധ്യം വന്നവന്റെ ലക്ഷണമെന്ന് പറയുന്നത്. ഈ രണ്ട് ശിഷ്യന്മാർക്ക് ബോധ്യമായി, ദൈവത്തിന്റെ കുഞ്ഞാടിതാണ്, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിവനാണ്, ലോകത്തിന്റെ രക്ഷകൻ ഇവനാണ് എന്ന ബോധ്യം അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവര് യേശുവിനെ അനുഗമിക്കുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ഗുരുവിനെ, യോഹന്നാൻ സ്നാപകനെ അവർ എന്ത് ചെയ്തു? വിട്ടേച്ച് അവർ യേശുവിലേക്ക് പോവുകയാണ്. ഇതാണ് ഏറ്റവും നല്ല അനുഭവം എന്ന് പറയുന്നത്. ഇന്ന് ഈ വെളിപ്പാട് കിട്ടിയിട്ടും നമുക്ക് അതിനേക്കാൾ വലുതായിട്ട് നമ്മുടെ പള്ളി, നമ്മുടെ വാസ്തു, നമ്മുടെ നേതാവ്, നമ്മുടെ സംഘടന, ഇപ്പോഴും അതാ വലുത്. അങ്ങനെയുള്ള ആർക്കും യേശുവിനെ അനുഗമിക്കാൻ കഴിയില്ല. ശ്രദ്ധിക്കണമേ, യേശുവിനേക്കാൾ വലുതായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വലുതായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്കാർക്കും യേശുവിനെ അനുഗമിക്കാൻ പറ്റില്ല. പാട്ടുപാടാം, പ്രസംഗിക്കാം, അന്യഭാഷ പറയാം, പക്ഷേ അനുഗമിക്കാൻ പറ്റില്ല. അനുഗമിക്കണമെങ്കിൽ അതുവരെ വലുതായി കണ്ടതിനെയൊക്കെ ചെറുതാക്കിയിട്ട് യേശുവിനെ വലുതായി കാണണം. ഈ ശിഷ്യന്മാർക്ക് അതുവരെ അവരുടെ നേതാവ്, അവരുടെ ഗുരു യോഹന്നാൻ സ്നാപകനായിരുന്നു. എന്നാൽ യേശു ആരാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ യോഹന്നാൻ സ്നാപകനെ വിട്ടു, അവർ യേശുവിനെ അനുഗമിച്ചു എന്ന് ആ പദത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ശിഷ്യന്മാർ അത് കേട്ട് യേശുവിനെ അനുഗമിച്ചു. ശ്രദ്ധിക്കണമേ, അടുത്ത വാക്ക് അനുഗമിക്കുന്നവന് വേണ്ടി വെളിപ്പെടുന്ന കാര്യങ്ങൾ അടുത്ത് പറയുക. യേശുവിനെ അനുഗമിച്ചപ്പോൾ യേശു തിരിഞ്ഞു. അനുഗമിച്ചാലുള്ള ഗുണം, യേശു അനുഗമിക്കുന്നവന് വേണ്ടി തിരിയും. 2024 പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് വിളിച്ചു പറയാം, നീ വാസ്തവമായി യേശുവിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ നിന്നെ കാണാൻ യേശു തിരിയും. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിലേക്ക് യേശു തിരിയും. നിനക്ക് വേണ്ടുന്ന വിടുതൽ വിഷയത്തിലേക്ക് യേശു തിരിയും. എന്താ വിടുതൽ നടക്കാത്ത, എന്താ ദൈവമേ നീ തിരിയാത്തത് ചോദിച്ചാൽ നമുക്ക് യേശുവിനേക്കാൾ വലുത് പലതുമാണ്. യേശുവിനെ നമുക്ക് അനുഗമിക്കാൻ കഴിയുന്നില്ല. നമുക്ക് അതിനേക്കാൾ വേറെ ചിലതിന്റെ പുറകെ നമ്മൾ പോവുകയാണ്. സംഘടന വലുതായി കാണുന്നവരുണ്ട്, നേതാവിനെ വലുതായി കാണുന്നവരുണ്ട്, നമ്മൾ കൂടി വരുന്ന കൂട്ടത്തെ വലുതായി കാണുന്നവരുണ്ട്, നമ്മളോട് വചനം സംസാരിക്കുന്ന വാസന്മാരെ വലുതായി കാണുന്നവരുണ്ട്, നമ്മുടെ വീടിനെ, നമ്മുടെ വാഹനത്തെ, നമ്മുടെ ജോലിയെ, ഇതിനെയൊക്കെ വലുതായി കണ്ടാൽ നമുക്കൊരിക്കലും യേശുവിനെ വലുതായി കാണാൻ പറ്റില്ല, യേശുവിനെ അനുഗമിക്കാനും പറ്റില്ല. യേശുവിനെ അനുഗമിക്കാത്ത കാലത്തോളം യേശു തിരികെയില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ യേശുവിനെ അനുഗമിച്ചു, യേശു തിരിഞ്ഞ് കണ്ടോ, അവർ പിന്നാലെ വരുന്നത് കണ്ടു. ഒന്ന്, നീ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായാൽ യേശു നിനക്ക് വേണ്ടി തിരിയും. ഞാൻ വിചാരിച്ചു, ആരെ കാണുമ്പോഴായിരുന്നു തിരിയേണ്ടത്? കഴിഞ്ഞ ദിവസം തന്നെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകനെ കണ്ടപ്പോഴല്ലേ തിരിയേണ്ടത്. പക്ഷെ തിരിഞ്ഞില്ല. തന്നെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച യോഹന്നാൻ സ്നാപകനെ കാണുമ്പോഴായിരുന്നില്ലേ തിരിയേണ്ടത്? തിരിഞ്ഞില്ല. പിന്നെ ആരെ കാണാനാ തിരിഞ്ഞത്? തന്റെ പിന്നാലെ വരുന്നവരെ കാണാൻ തിരിഞ്ഞു. അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത്. അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവൻ തിരിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നീ കഴിഞ്ഞ നാളുകളിൽ വലിയ ദൈവപ്രവർത്തനം ചെയ്തതുകൊണ്ട് യേശു തിരിയില്ല. നിനക്ക് യേശുവിനെ കുറിച്ചുള്ള വലിയ വെളിപ്പാട് നീ പ്രസ്താവിച്ചതുകൊണ്ട് യേശു തിരിയില്ല. യേശു തിരിയണമെങ്കിൽ നീ അവന്റെ പുറകെ പോകണം, അവന്റെ പിന്നാലെ ചെല്ലണം, അവനെ അനുഗമിക്കണം. 2024 പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശക്തമായ ഭാഷയിൽ ഞാൻ വിളിച്ചു പറയുന്നു, എത്ര വലിയ നേതാവായാലും കഴിഞ്ഞ നാളുകളിൽ ചെയ്തതിന്റെ ഒത്തിരി പാരമ്പര്യം പറയാനുണ്ടെങ്കിലും, നീ പ്രസംഗിച്ച പ്രസംഗമൊക്കെ വലിയ പ്രസംഗമാണെന്ന് എല്ലാവരും കൈയടിച്ച് ആഘോഷിച്ചാലും യേശു നിന്നിലേക്ക് തിരിയില്ല. തിരിയണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, നീ യേശുവിനെ അനുഗമിക്കണം. ഈ രണ്ട് പേരെ യേശുവിന് പരിചയമൊന്നുമില്ല. അന്ത്രയോസിനെയും മറ്റേ ശിഷ്യനെയും യേശുവിന് പരിചയമൊന്നുമില്ല. യേശുവിനെ പരിചയപ്പെടുത്തിയത് തന്നെ യോഹന്നാൻ സ്നാപകനാണ്. യേശുവിനിപ്പോ പരിചയമുള്ള ആളാരാന്ന് ചോദിച്ചാൽ യോഹന്നാൻ സ്നാപകനാ. കാരണം കഴിഞ്ഞ ദിവസം അവന്റെ കൈക്കീഴിലാണ് സ്നാനപ്പെട്ടത്. അവന് ഈ യേശുവിനെ കുറിച്ചുള്ള വലിയ വെളിപ്പാട് അവൻ വിളിച്ചു പറഞ്ഞതും
യോഹന്നാൻ സ്നാപകനാ. അപ്പൊ തിരിയേണ്ടത് അവന്റെ അടുക്കലേക്കായിരുന്നു, പക്ഷെ തിരിഞ്ഞില്ല. തന്റെ പിന്നാലെ വരുന്നവരെ കാണുവാൻ അവൻ തിരിഞ്ഞെങ്കിൽ ഇന്ന് ഈ ദിവസം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്റെ വിഷയത്തിനോട് ബന്ധപ്പെട്ട് യേശു തിരിയണമെങ്കിൽ, നിന്റെ ആവശ്യത്തോട് ബന്ധപ്പെട്ട് യേശു തിരിയണമെങ്കിൽ, നിന്നിലേക്ക് യേശു തിരിയണമെങ്കിൽ നീ യേശുവിനെ അനുഗമിച്ചേ പറ്റൂ. ഒന്ന്, തിരിഞ്ഞാൽ, അനുഗമിച്ചാലുള്ള ഒന്നാമത്തെ ഗുണം, യേശു തിരിയും നിനക്ക് വേണ്ടി. രണ്ട്, ആ ഭാഗത്തോടെ കൊടുത്തിരിക്കുന്നത്, യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട്, തിരിയുക മാത്രമല്ല നിന്നെ കാണുകയും ചെയ്യും. സത്യത്തിൽ കാണേണ്ടത് ആരെയാ? ചെന്ന് കണ്ട് പരിചയപ്പെടേണ്ടത് ആരെയാ? കഴിഞ്ഞ ദിവസം സ്ഥാനപ്പെടുത്തിയ വലിയ പാസ്റ്ററയല്ലേ? വലിയ പ്രസംഗം പ്രസംഗിച്ചത് വലിയ പാസ്റ്ററയല്ലേ? വലിയ ദൈവത്തിന്റെ വെളിപ്പാട് പറഞ്ഞത് ആ വലിയ പാസ്റ്ററയല്ലേ പോയി കാണേണ്ടത്? പക്ഷേ യേശു അങ്ങോട്ട് പോയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി, പണ്ടത്തെ കാര്യമൊന്നും പറഞ്ഞാൽ യേശു തിരിയില്ല. പണ്ടത്തെ ശുശ്രൂഷയുടെ ബലത്തിലൊന്നും യേശു തിരിയില്ല. ഇന്നും നീ യേശുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ യേശു തിരിയും. രണ്ട്, യേശു തിരിയുക മാത്രമല്ല അവരെ കണ്ടു. നിന്നെ കാണണമെങ്കിൽ, യേശു നിന്നെ കണ്ടാൽ നിന്റെ അകത്തെ വിഷയങ്ങളെ അവൻ കാണും, നിന്റെ പ്രശ്നങ്ങളെ അവൻ കാണും, നിന്റെ പ്രതിസന്ധികളെ അവൻ കാണും, നിന്റെ പ്രയാസങ്ങളെ, നിന്റെ വേദനകളെ, നിന്റെ കണ്ണുനീരിനെ അവൻ കാണും. ആരുടെയും റെക്കമെൻഡേഷൻ ഒന്നും ആവശ്യമില്ല. ഒരു വലിയ പാസ്റ്ററുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല. നീ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായാൽ, വചനത്തെ അനുസരിക്കാൻ തയ്യാറായാൽ, വചനത്തെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ, ദൈവിക പ്രമാണങ്ങളോടെ നീ നീതി പുലർത്താൻ തയ്യാറായാൽ, നിന്നേക്ക് വേണ്ടി അവൻ തിരിയും, നിന്നെ അവൻ കാണും. അടുത്തൊരു ചോദ്യം, മൂന്നാമത്തേത്, ഒന്ന് അവൻ തിരിഞ്ഞു, രണ്ടാമത് അവൻ കണ്ടു, മൂന്നാമത്തേത് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവനോട് സംസാരിക്കുകയാ. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നിന്റെ വിഷയത്തെക്കുറിച്ച് അവൻ നിന്നോട് സംസാരിക്കും, നിന്റെ പ്രയാസത്തെക്കുറിച്ച് അവൻ നിന്നോട് സംസാരിക്കും, നിന്റെ ആവശ്യത്തെക്കുറിച്ച് അവൻ നിന്നോട് സംസാരിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഹല്ലേലൂയ, നമ്മൾ ഈ കിടന്ന് വെപ്രാളപ്പെടുത്തുകയോ പെടുകയൊന്നും വേണ്ട. നീ വാസ്തവമായി കൂടെ എത്ര പേരുണ്ടെന്നുള്ള ബലത്തിലല്ല, നീ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് കിട്ടിയാൽ, യേശു ആരാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടായാൽ, നീ മറ്റൊന്നും നോക്കണ്ട, ബാക്കി എല്ലാത്തിനും പുറകോട്ട് മാറ്റിയിട്ട് ഞാൻ എന്നേക്കാൾ, എന്റെ ജീവനേക്കാൾ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് ആ ബോധ്യത്തോടുകൂടെ നീ അവനെ അനുഗമിക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, വചനധ്യാനത്തിലൂടെ, ആ ദൈവത്തിന്റെ പ്രമാണത്തെ അനുസരിക്കുന്നതിലൂടെ, ദൈവകൽപ്പനകളെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നതിലൂടെ നീ അവനെ അനുഗമിക്കാൻ തയ്യാറായാൽ, നിന്റെ വിഷയത്തെ നോക്കിക്കൊണ്ട് അവൻ തിരിയും. അറിയാം, നിന്റെ ഭാരത്തെ അവൻ കാണും, നിന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവൻ സംസാരിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 2024 നിന്റെയും എന്റെയും ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വിടുതലിന്റെ വർഷമാക്കി മാറ്റുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. അല്ലെങ്കിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ കൂടെ പോയിരിക്കുന്നതിനല്ല. അത് നല്ലതാണ്, 40 ദിവസം ഉപവാസ പ്രാർത്ഥന നല്ലതാണ്, അത് പാസ്റ്റർമാർ എല്ലാം നല്ലതാണ്. പക്ഷേ അതെല്ലാം നല്ലതാകണമെങ്കിൽ നീ യേശുവിനെ നമ്പർ 1 ആയിട്ട് കാണുന്നവനായിരിക്കണം, യേശുവിനെ അനുഗമിക്കുന്നവനായിരിക്കണം, പ്രാർത്ഥനയിലൂടെ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നവനായിരിക്കണം, ആരാധനയിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായിരിക്കണം. ഈ ദൈവവചന പുസ്തകത്തിനകത്ത് ധ്യാനത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കണം. അതല്ലാതെ എനിക്കൊരു വാക്യം കിട്ടി, 31 രാത്രി എനിക്കൊരു വാക്യം കിട്ടി, നിനക്കായി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. ആ വാക്യം എടുത്ത് കയ്യിൽ വെച്ച് 1000 വട്ടം അത് ആവർത്തിച്ച് ഉരുവിട്ടാലൊന്നും ഒരു അനുഗ്രഹവും വരികയില്ല. അനുഗമിക്കുന്നവന് വേണ്ടി മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അനുഗമിക്കുന്നവനെ വെറുതെ വിടുകയല്ല. ഇവിടെ ഒന്ന്, അനുഗമിക്കുന്നവനെ അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവരുടെ നേരെ തിരിഞ്ഞു. അവൻ അവരെ കണ്ടു, അവരുടെ വിഷയത്തോട് ബന്ധപ്പെട്ടവൻ സംസാരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? അവരവരുടെ ആവശ്യം പറഞ്ഞപ്പോൾ പറയുകയാണ്, വന്ന് കാണിക്കാൻ പോകുക. നിന്റെ വിഷയത്തിന്റെ വിടുതൽ നിന്റെ കൺമുൻപിൽ വെളിപ്പെടുന്ന വർഷമാക്കി ദൈവത്തിന് മാറ്റാൻ ആഗ്രഹമുണ്ട്. 2024 എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവദാസന്മാരെ, നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ള കാര്യം, എന്നെ അനുഗമിക്കുന്നവന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കൺമുൻപിൽ തന്നെ കൊണ്ടുവന്ന് കാണിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? നാളുകളായി നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കൺമുൻപിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, നീ അവനെ അനുഗമിക്കുക, നീ അവനെ പിൻപറ്റുക.
നീ അവനെ പൂർണ്ണമായി ആശ്രയിക്കുക. നീ അവനെ ഏറ്റവും വലുതായി കാണുക. അവനെ പൂർണ്ണ മനസ്സോടെ സേവിക്കുക. അത് മാത്രം ചെയ്താൽ മതി. നിനക്ക് വേണ്ടി അവൻ തിരിയും. നിന്റെ വിഷയങ്ങളെ അവൻ കാണും. ആ വിഷയത്തോട് ബന്ധപ്പെട്ടവൻ സംസാരിക്കും. ആ വിഷയത്തിന്റെ മറുപടി നിന്റെ കൺമുൻപിൽ അവൻ കാണിക്കും. അതാണ് അടുത്തത്. വന്നു കാണുമീൻ എന്നവൻ പറഞ്ഞു. അടുത്ത വാക്കിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു എന്ന് പറഞ്ഞാൽ അവരെന്താണോ ആഗ്രഹിച്ചത്, എന്താണോ അന്വേഷിച്ചത്, ആ വിഷയത്തിനകത്ത് അവരെ കൊണ്ടുവന്നെത്തിച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കയ്യിലെത്തിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന വർഷമാക്കി ദൈവം മാറ്റണമെങ്കിൽ നീ യേശുവിനെ അനുഗമിക്കുന്നവനായിരിക്കണം. ഒരിക്കൽ കൂടെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അനവധി പ്രതിസന്ധിയുടെ കടന്നു പോകുന്ന അനവധി പേരെന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിനകത്തെല്ലാം വിടുതൽ തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട്. നിന്റെ തലമുറകളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നാൽ ഒറ്റയുള്ളൂ, യേശുവിനെ അനുഗ്രഹിക്കുക. ബാക്കിയുള്ളതെല്ലാം ചപ്പലും കണ്ട് യേശുവിനെ വലുതായി കാണുക. പൗലോസ് പറയുന്നു, ഞാൻ ഇതുവരെ വലുതായി കണ്ടവനെയല്ല ഞാൻ പുറകിലേക്ക് എറിയുന്നു. മുൻപിൽ എനിക്കൊരുവനുണ്ട്, വിശ്വാസത്തിന്റെ നായകൻ, മൂർത്തി വരുത്തുന്നവനുമായ അവനെ, യേശുവിനെയാണ് എന്റെ മുൻപിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓട്ടം സ്ഥിരതയോട് ഞാൻ ഓടുമെന്ന് പറയുവാൻ തക്കവണ്ണം അവനെ ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ ദൈവത്തെ ഞാൻ മുൻപിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആർക്കും മാറ്റാൻ കഴിയാത്ത തരത്തിൽ, എനിക്കെപ്പോഴും കാണുവാൻ കഴിയുന്ന തരത്തിൽ, എനിക്കെപ്പോഴും പുറകെ ചെല്ലാൻ കഴിയുന്ന തരത്തിൽ എന്റെ ദൈവത്തെ ഞാൻ മുൻപിൽ വച്ചിരിക്കുന്നു എന്ന് തന്റെ ഇടത്തോടെ പറയുവാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വർഷമാക്കി ദൈവം 2024 മാറ്റുമെന്ന പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് പറയുക. ഇവിടെ നിങ്ങൾ ഒന്നാം ഭാഗത്തിൽ അനുഗമിക്കുന്നവന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. അനുഗമിക്കുന്ന 2 ശിഷ്യന്മാർ ആരാണെന്ന്, അത് വേറൊരുവന്റെ ശിഷ്യനായിരുന്നു. യേശുവുമായിട്ട് യാതൊരു പരിചയമില്ലാത്തവരാ. എന്നാൽ അവർ യേശുവിനെ അനുഗമിച്ചപ്പോൾ, യേശു ആരാണെന്നുള്ള വെളിപ്പാട് പ്രാപിച്ച് യേശുവിനെ അനുഗമിച്ചപ്പോൾ അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട്, എന്റെ പുറകെ വരുന്നത് കണ്ടിട്ട് യേശു അവർക്ക് വേണ്ടി തിരിയുന്നു. യേശു അവരെ സൂക്ഷിച്ചു നോക്കുന്നവരെ കാണുന്നു. യേശു അവരോട് അവരുടെ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. യേശു പറയുന്നു, ആ വിഷയത്തിന്റെ മറുപടി വാ ഞാൻ കാണിക്കാമെന്ന് പറയുന്നു. അവർ യേശുവുമായിട്ട് ചെന്നു ആ വിഷയത്തിന്റെ മറുപടി കണ്ട് അവനോടുകൂടെ പാർക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, അനുഗമിക്കുന്നവന് വേണ്ടി 2024 അത്ഭുതങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? 2024 അനുഗമിക്കുന്നവന് വേണ്ടി, പ്രാർത്ഥന ശക്തമാക്കുന്നവന് വേണ്ടി, ആരാധന ശക്തമാക്കുന്നവന് വേണ്ടി, ദൈവവചന ധ്യാനം ശക്തമാക്കുന്നവന് വേണ്ടി, കഴിഞ്ഞ നാളിനേക്കാൾ കൂടുതൽ ആഗ്രഹത്തോടും ആവേശത്തോടും കൂടെ യേശുവിന്റെ സന്നിധിയിൽ വരുവാൻ കൊതിക്കുന്നവന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ യേശു തിരിയുന്ന വർഷമായി മാറാൻ പോവുകയാണ്. വൻ കാര്യങ്ങളെ ചെയ്യുവാൻ നിന്നെ ആ ശ്രദ്ധയോടുകൂടെ നോക്കുന്ന വർഷമായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിനക്കു വേണ്ടി അത് യേശു വിഷയത്തോട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന വർഷമായി മാറാൻ പോവുകയാണ്. ആ വിഷയത്തിന്റെ വിടുതലിലേക്ക് നിന്നെ കൊണ്ടുവന്ന് ആ വിഷയം നിന്റെ കയ്യിൽ എടുത്തു തരുന്ന വർഷമായി മാറാൻ പോകുകയാണ്. അതുകൊണ്ടാണ് പുസ്തകം പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്നെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുചെല്ലും, വാഗ്ദത്തം എടുത്ത് നിന്റെ കയ്യിൽ തരും. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഈ വർഷം ഞാൻ യേശുവിന്റെ പുറകെയാണ്, മറ്റുള്ളവരെ എല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഞാൻ യേശുവിന്റെ പുറകെയാണ്. യേശുവിനെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുചെല്ലും. എന്നെ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടിയിലേക്ക് എന്നെ കൊണ്ടുചെല്ലും. ആ വാഗ്ദത്തം എടുത്ത് എന്റെ കയ്യിൽ തരും. അതിന് വേറെ ആരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല. എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് തന്നെ ആ യേശുവിനെ അനുഗമിക്കുന്ന എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ ദൈവത്തെ മഹത്വം കൊടുത്താട്ട് നീ ഇരിക്കുന്നത് എവിടെയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് എന്റെ തലമുറകൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വർഷമൊക്കെ ദൈവം മാറ്റുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിന്നേക്കാൾ ആഗ്രഹത്തോടെ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കാത്തിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. സഹോദരനെ, സഹോദരിയെ, നീ ഒറ്റയ്ക്കല്ല, എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കല്ലേ. അല്ലെങ്കിൽ ആരൊക്കെ നിന്റെ അടുക്കുന്ന മാറിപ്പോയാലും, നിനക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ആരുമില്ലെങ്കിലും, നിന്റെ വിടുതൽ ആഗ്രഹിക്കുന്ന ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്നേക്കാൾ ആഗ്രഹത്തോടെ നിന്റെ വിഷയത്തിന്റെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പരിശുദ്ധ
പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി പോയി, ശൂന്യമായി പോയി. ആഴിയുടെ മീതെ ഇരുൾ വ്യാപരിച്ചു. നോക്ക്, ദൈവം സൃഷ്ടിച്ചത് പാഴായി പോയി, ശൂന്യമായി പോയി, ഇരുട്ടായി പോയി. ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോഴും അടുത്ത് തന്നെ വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ ഇവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ദൂത് ആവർത്തിച്ച് പറയട്ടെ, ആരുമില്ലെന്ന് പറഞ്ഞ് 2023 കരഞ്ഞതുപോലെ 2024 കരയരുത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നീ ഒറ്റയ്ക്കല്ല. നിന്നെക്കാൾ ആഗ്രഹത്തോടെ നിനക്ക് ഒരു വിടുതൽ തരുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, നിന്റെ പാഴും ശൂന്യമായ അവസ്ഥ മാറ്റാൻ ആഗ്രഹിച്ചുകൊണ്ട്, നിന്റെ ഇരുളടഞ്ഞ അവസ്ഥ മാറ്റാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന വർഷമാണ്. അതുകൊണ്ട് നീ കൊതിയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നുവാ. ഒരു വിടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നുവാ. ദൈവം വലിയവ ചെയ്യാൻ പോകുകയാണ്. അനുഗമിക്കുന്നവന് വേണ്ടി വലിയവ ചെയ്യും. കാരണം അനുഗമിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. അനുഗമിക്കുന്നവന്റെ വാക്കിൽ ഭയങ്കര ശക്തിയുണ്ട്. അനുഗമിക്കുന്നവന്റെ ആരാധനയിൽ ഭയങ്കര ശക്തിയുണ്ട്. അത് അന്ധകാര ശക്തികളെ തകർക്കും. അത് ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തി കൊണ്ടുവരും. നിന്റെ വാക്കിന് മുൻപിൽ, നിന്റെ കൺമുൻപിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന വർഷമാക്കി ദൈവം മാറ്റും. ഒന്നാം ഭാഗം അവിടെയാണ്. അനുഗമിച്ചാൽ, ഒരിക്കൽ കൂടെ പറയാം, ഞാനിത് കാണാതെ ആവർത്തിച്ച് പറയുന്നത് ആവർത്തന വിരുദ്ധത ഉണ്ടാക്കാനല്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് അതങ്ങ് പതിയണം. പലതിന്റെയും പുറകെ പോയി, പല വിഷയം വിടുതൽ കിട്ടാൻ വേണ്ടി പലയിടത്തും പോയി, പലതിന്റെയും പുറകെ പോയി, പലയിടത്ത് അങ്ങനെ കറങ്ങി നടക്കുന്നവരായിട്ടല്ല 2024 നമ്മൾ ആയിരിക്കേണ്ടത്. ദൈവം തരുന്ന ആയുസ്സിൽ നാം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടി നമ്മൾ കാണത്തക്കവണ്ണം, അത് അനുഭവിക്കത്തക്കവണ്ണം ആയിരിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ട് അനുഗമിക്കണം. യേശുവിനെ അനുഗമിക്കണം. പ്രാർത്ഥനകൾ 2023 വർദ്ധിപ്പിക്കണം. അനുഗമിക്കുന്ന ലക്ഷണം അതാണ്. ദൈവത്തിന് മഹത്വം, എല്ലാ വിഷയത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കണം. ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ദൈവിക കൂട്ടായ്മയിൽ പങ്കെടുക്കണം. ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി, ദയയ്ക്ക് വേണ്ടി, മനസ്സിനു വേണ്ടി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം. ഇങ്ങനെ പുസ്തകം പറഞ്ഞു, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. വാക്കുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, എല്ലാ നാവും പാടും, എല്ലാ മുഴങ്കാലും മടങ്ങും. പക്ഷെ നമ്മുടെ മുഴങ്കാലൊക്കെ മടങ്ങിയിട്ട് എത്ര കാലമായി? മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ നിരുന്ന് ആ ദൈവമുഖത്തേക്കൊന്ന് നോക്കിയിട്ട് എത്ര കാലമായി? പാട്ടിനകത്ത് നമ്മൾ പാടും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും ഏറ്റ് പറയും. പക്ഷെ നമ്മുടെ മുട്ട് ഇതുവരെ മടങ്ങിയിട്ടില്ല. എന്നെ കഴിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മുടക്ക്. അത് നഷ്ടമല്ല, അത് ലാഭമാക്കി ദൈവം മാറ്റും. അനുഗമിക്കുന്നവരുടെ ലക്ഷണമാണ് പ്രാർത്ഥന. അനുഗമിക്കുന്നവരുടെ ലക്ഷണമാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവിക ആരാധന. അനുഗമിക്കുന്നവരുടെ ലക്ഷണമാണ് ഈ തിരുവചന ധ്യാനം. അനുഗമിക്കുന്നവരുടെ ലക്ഷണമാണ് ദൈവസന്നിധിയിലെ കൂട്ടായ്മകൾ. അത് വർദ്ധിപ്പിക്ക്. അതിനകത്തൂടെ യേശു നിന്നിലേക്ക് തിരിയട്ടെ, യേശു നിന്നെ കാണട്ടെ, യേശു നിന്റെ വിഷയങ്ങളെ കുറിച്ച് അന്വേഷിക്കട്ടെ, യേശു വിഷയങ്ങളുടെ മറുപടി നിന്റെ കൺമുന്നിൽ വെളിപ്പെടുത്തി തരട്ടെ. യേശു നിന്റെ വിഷയത്തിന്റെ മറുപടി നീ അനുഭവിക്കത്തക്കവണ്ണം ദൈവം കർത്താവ് നിന്റെ കൂടെ നിന്നെ സഹായിക്കട്ടെ. ഒന്നാം ഭാഗം അങ്ങനെയാണ്. രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ നാം വായിച്ചത് സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യമാണ്. Proverbs chapter 4 verse 18. അതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിലെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. അവിടെ ഒരു വാക്കുണ്ട്, നീതിമാന്മാരുടെ പാതയോ. തൊട്ട് താഴത്തെ വാക്യങ്ങൾ ദുഷ്ടന്മാരുടെ വഴിയെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ ഭാഗത്ത് പറയുന്നത് നീതിമാന്മാരുടെ പാതയോ, ദൈവിക പ്രമാണത്തിൽ നിൽക്കുന്നവന്റെ വഴികളെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് നീതിമാൻ? പുസ്തകത്തിൽ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സകല മനുഷ്യനും പാപം ചെയ്തു, ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി. എന്നാൽ യേശു കർത്താവിന്റെ വരവിലൂടെ, യേശു കർത്താവിന്റെ ക്രൂശു മരണത്തിലൂടെ, ആ യാഗമരണത്തിലൂടെ അവന്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന, ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച എല്ലാവരും നീതിമാന്മാരുടെ പട്ടികയിലേക്ക് വരികയാണ്. രക്ഷിക്കപ്പെട്ടവരെല്ലാം യേശുക്രിസ്തുവിനെ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന, അവസാനത്തുള്ള രക്തം വരെയും ചൊരിഞ്ഞ് എനിക്ക് എന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി യേശുവിനെ എന്റെ ഹൃദയത്തിനകത്തേക്ക് സ്വീകരിച്ചാൽ, അവന്റെ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിച്ച് എന്റെ പാപത്തിന്റെ പ്രവർത്തികളുടെ ശിക്ഷയായ മരണത്തിൽ തന്നെ ഒഴിവാക്കി നിത്യജീവനിലേക്കുള്ള വഴികളിലേക്ക് എന്നെ കൊണ്ടുവന്നിരുന്ന ആ നീതിമാന്മാരുടെ പട്ടികയ്ക്കകത്ത് എന്നെ കയറ്റും. അങ്ങനെയുള്ളവരാണ് നീതിമാന്മാര്. നീതിമാന്മാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ദിനം പ്രതി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ? ദൈവവചനത്താൽ.
അതുകൊണ്ടാണ് ഈ വചനം വായിക്കണമെന്നും വചനം കേൾക്കണമെന്നും പറയുന്നത്. വചനം എന്തിനു വേണ്ടിയാ? വചനം പാറയിൽ പിളർക്കുന്ന ചുറ്റിക നല്ലതാണ്, വചനം തീ പോലെ നല്ലതാണ്, വചനം ഇരുവായ്ച്ചുള്ള ഏത് വാളിനേക്കാളും നല്ലതാണ്. അതേപോലെ തന്നെയാണ് വചനം നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. വചനം കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. നമ്മുടെ കുറവുകളെ വചനം വെളിപ്പെടുത്തുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ സാധാരണ പറയാറുള്ളത്, വചനമെന്ന് പറയുന്നത് നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെടുന്ന ഒരു നിലക്കണ്ണാടിയാണ്, മിററാണ്, കണ്ണാടിയാണ്. നമ്മളെ തന്നെ കാണുന്ന ഒരു കണ്ണാടിയാണ് വചനം. നമ്മൾ എന്തിനാണ് നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത്? എവിടെയെങ്കിലും അശ്രദ്ധയോടുകൂടെ നമ്മുടെ ശരീരം ഇരിക്കുന്നുണ്ടോ? വസ്ത്രമോ നമ്മുടെ ഏതെങ്കിലും ഭാഗങ്ങൾ ആ ശുദ്ധിയില്ലാതെ ഇരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റുവാനുള്ള ക്രമീകരണത്തിന് വേണ്ടിയാണ് ഈ കണ്ണാടി. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം നമ്മളെ തന്നെ കാണുന്ന ഒരു കണ്ണാടിയായി മാറണം. എവിടെയാണോ ക്രമീകരിക്കപ്പെടേണ്ടത്, എവിടെയാണോ ശ്രദ്ധിക്കേണ്ടത്, ആ ഭാഗം ശ്രദ്ധിച്ച് ക്രമീകരിക്കേണ്ട ഭാഗം ക്രമീകരിച്ചാൽ ഈ വചനത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്, നീതിമാന്മാരുടെ പട്ടികയിൽ നമ്മൾ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാരുടെ അവരെ ഇരുത്തിയിട്ട് യേശു കർത്താവ് അവരുടെ കാല് കഴുകുന്ന ഒരു രംഗമുണ്ട്. കാല് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പത്രോസിന്റെ അടുക്കൽ വരുമ്പോൾ പത്രോസ് പറയാണ്, എന്റെ കാൽ നീ കഴുകണ്ട, അത് ശരിയല്ല, എന്റെ കാൽ നീ കഴുകണ്ട. കേൾക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നും. എന്നാൽ യേശു പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ ഞാനും നീയും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ, നീ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാനും നീയും തമ്മിൽ പിന്നെ ഒരു ബന്ധമില്ല. അപ്പോഴവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെ അങ്ങ് കുളിപ്പിക്കേ. യേശു പറഞ്ഞു, നീ കുളിക്കേണ്ട ആവശ്യമില്ല, നീ കുളിച്ചവനാ. കുളിച്ചവനാണെങ്കിലും അഴുക്ക് പറ്റാം, ആ ഭാഗം വൃത്തിയാക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവര് ഈ വചനത്താൽ ദിനം പ്രതി കഴുകൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിലേ നീതിമാന്മാരുടെ പട്ടികയിൽ നിലനിൽക്കുവാൻ കഴിയൂ. ഞാൻ 1997 ഡിസംബർ മാസം 26 ഞാൻ രക്ഷിക്കപ്പെട്ടത്. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഇപ്പോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, എന്റെ കുറവുകളൊന്നും ഒരു കുറവല്ലെന്ന് പറഞ്ഞ് ഞാൻ നടന്നാൽ നീതിമാന്മാരുടെ പട്ടികയിലായിരിക്കുകയില്ല. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 97 ഡിസംബർ മാസം 26 രക്ഷിക്കപ്പെട്ടെങ്കിൽ ഓരോ ദിവസവും ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ യേശുവിന്റെ വരവിൽ ഞാൻ രക്ഷിക്കപ്പെടൂ. ഓരോ ദിവസവും ഞാൻ കഴുകൽ പ്രാപിക്കണം, ശുദ്ധീകരണം പ്രാപിക്കണം. അതിനുള്ള മാർഗമാണ് ദൈവവചന കേൾവി, ദൈവവചന ധ്യാനം. ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ ഞാൻ ക്രമീകരിക്കേണ്ട ഭാഗമുണ്ടെന്നാണ് അതിനർത്ഥം, ശുദ്ധീകരിക്കേണ്ട ഭാഗമുണ്ടെന്നാണ് അതിനർത്ഥം. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടാൽ, നീ ഓരോ ദിവസവും ക്രമീകരണത്തോടുകൂടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടാൽ നീ നീതിമാന്മാരുടെ പാതയിലാണ്, നീതിമാന്മാരുടെ പട്ടികയിലാണ്. ആ നീതിമാന്മാരുടെ വഴിയോ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നീതിമാന്മാരുടെ വഴിയോ പ്രഭാതത്തിലെ വെളിച്ചം പോലെ. എന്ന് പറഞ്ഞാൽ ഇരുട്ട് മാറി വെട്ടം കാണുന്ന അനുഭവമാണ്. വഴിതെറ്റുകയില്ല, വഴിതെറ്റുകയില്ല, വഴി മുടങ്ങുകയുമില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. വഴി അടയുകയുമില്ല, കാരണം വഴി നല്ലതുപോലെ കാണാം വെട്ടം വരുമ്പോൾ. രാത്രിയിലാണെങ്കിൽ വഴി തെറ്റും, രാത്രിയിലാണെങ്കിൽ തട്ടി വീഴും, രാത്രിയിലാണെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധം കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും, വെട്ടമില്ല. എന്നാൽ നീതിമാന്മാരുടെ വഴിയോ, യേശുവിനെ അനുഗമിക്കുന്നവരുടെ വഴിയോ പ്രഭാതത്തിലെ വെളിച്ചം പോലെ. എന്ന് പറഞ്ഞാൽ സൂര്യൻ അവിടെ ഉദിച്ചു വരുമ്പോൾ നമുക്കെല്ലാം കാണത്തക്കവണ്ണം വെളിപ്പെട്ട് 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 വരും. അവിടെ കൊണ്ട് അവസാനിക്കുകയില്ല. അടുത്ത വാക്ക് പറയുന്നത്, അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരും. എന്ന് പറഞ്ഞാൽ 7 മണി, 8 മണി, 9 മണി, 10 മണി, 11 മണി, 12 മണിയാകുമ്പോൾ, നട്ടുച്ചയാകുമ്പോൾ ആ വെളിച്ചം അതിന്റെ അത്യുച്ചകോടിയിലെത്തും. എന്ന് പറഞ്ഞാൽ അതിന്റെ മുഴുവൻ ശക്തിയും വെളിപ്പെടുത്തി ആ വെളിച്ചം പരക്കുമ്പോൾ നമുക്ക് എല്ലാം വ്യക്തമായിട്ട് കാണാം. ഒരു അടഞ്ഞ വഴിയുമില്ല, തുറന്ന വഴി നമുക്ക് കാണാൻ കഴിയും. നല്ല വെളിച്ചം തടസ്സങ്ങളെല്ലാം കാണാം, അതിജീവിക്കാനുള്ള എല്ലാ കാഴ്ചയും നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തി തരും. 2024 എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വഴിയിലേ ശുദ്ധീകരിക്കപ്പെട്ടവരാണെങ്കിൽ, യേശുവിന്റെ വചനത്താൽ നിരന്തരം കഴുകൽ പ്രാപിച്ചവരാണെങ്കിൽ, നീതിമാന്മാരുടെ പട്ടികയിൽ ഇന്ന് നാളെ നിലനിൽക്കുന്നവരാണെങ്കിൽ, നിന്റെ മുൻപിൽ വഴി അടയില്ല.
നിന്റെ മുൻപിൽ വഴിയിൽ തട്ടി നീ വഴിയിലെ പ്രതിസന്ധിയിൽ തട്ടി നീ തകർന്നു പോകുകയില്ല. വഴി വ്യക്തമായി കാണത്തക്കവണ്ണം, കഴിഞ്ഞ നാളുകൾ മറഞ്ഞു കിടന്നതെല്ലാം, കഴിഞ്ഞ നാളുകൾ കാണാൻ കഴിയാതിരുന്നതെല്ലാം നല്ല പ്രകാശത്തിൽ നിനക്ക് വഴി തുറന്ന് കാണിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം തന്നെ നടത്തുമെന്നാണ് ഈ വചനം പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നട്ടുച്ചയാകുമ്പോൾ നല്ല വെളിച്ചമാണ്. അവിടെ ഇരുട്ടാക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം കൂടെ അതിനകത്ത് എനിക്ക് മനസ്സിലായി. നട്ടുച്ചയ്ക്ക് പ്രകാശിക്കുന്ന പ്രകാശം പോലെ അത് അധികം ശോഭിച്ചു വരുന്നു. ഈ നട്ടുച്ചയാകുമ്പം വഴി തെളിയുക മാത്രമല്ല, ആ സൂര്യന്റെ ചൂട്, ആ പ്രകാശത്തിൽ ഒരു ചൂടോടെ നാം അനുഭവിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ വഴികൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് മാത്രമല്ല, അവന്റെ സാന്നിധ്യവും നമ്മൾ അനുഭവിക്കും. ആരായി മാറിയാൽ? നീ ശുദ്ധീകരിക്കപ്പെട്ടവനായി മാറിയാൽ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. കഴികൾ പ്രാപിക്കാത്ത ആർക്കും യേശുവുമായി ബന്ധം നിലനിർത്താൻ കഴിയുകയില്ല എന്ന് യേശു പത്രോസിനോട് പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആവശ്യമില്ല എന്നുള്ള സ്വയനീതിയുടെ ആത്മാവ് മാറ്റിവെച്ചുകൊണ്ട് ദൈവവചന കേൾവികൾ, ദൈവവചന ധ്യാനം, ഒരു പ്രസംഗം കേട്ട് മടങ്ങിപ്പോകുന്നവരായിട്ടല്ലാതെ, ഈ വചനം എന്നോടാണ് ഇടപെട്ടത്, എന്റെ ഹൃദയത്തോട് ബന്ധപ്പെട്ടു, ഞാൻ ക്രമീകരിക്കേണ്ട ഭാഗങ്ങളുണ്ട്, ശുദ്ധീകരിക്കേണ്ട ഭാഗങ്ങളുണ്ട്, വിടേണ്ട വിഷയങ്ങളുണ്ട്, ഏറ്റെടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് ചലിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ മുമ്പിൽ വഴികൾ തെളിഞ്ഞു വരും. നാം ഇരുളിൽ തപ്പിത്തപ്പി നടക്കത്തില്ല. 2024 നല്ല പ്രകാശത്തിൽ പുസ്തകം പറയുന്നത് അധികം ശോഭിച്ചു വരത്തക്കവണ്ണം, നിന്റെ മുമ്പിൽ വഴികൾ തെളിഞ്ഞു വരത്തക്കവണ്ണം, നിന്റെ മുമ്പിൽ തടസ്സങ്ങൾ മാറിപ്പോകത്തക്കവണ്ണം, അവന്റെ സാന്നിധ്യം നീ അനുഭവിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ വെളിച്ചം നിന്നിലേക്ക് വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൂത് കൈമാറുകയാ. ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിലെ വെളിച്ചം പോലെ, അത് നട്ടുച്ച വരെ അധികം ശോഭിച്ചു വരുന്നു. അടുത്ത വാക്യം പറയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ. എന്നാൽ ദൈവവുമായിട്ടൊന്നും ദൈവത്തോട് ബന്ധപ്പെടാൻ താല്പര്യമില്ല, ദൈവത്തെ ഭയപ്പെടാനൊന്നും താല്പര്യമില്ല, ദൈവവചനത്തോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ദുഷ്ടന്മാരുടെ വഴിയോ അന്ധകാരം പോലെയാകുന്നു. ഏതിൽ തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല. വെളിച്ചത്തിൽ നടക്കുന്നവൻ തട്ടി വീഴാതെ നടക്കുമ്പോൾ ഇരുട്ടിൽ നടക്കുന്നവൻ തട്ടി വീഴും. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് മകനെ, അടുത്ത വാക്ക്, മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. വെളിച്ചം നിന്റെ മുമ്പിൽ നട്ടുച്ച വെളിപ്പെടുന്ന വെളിച്ചം പോലെ അധികം പ്രകാശിക്കണമെങ്കിൽ, നിന്റെ വഴികൾ തെളിഞ്ഞു വരണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. 2024 വചനത്തിന് ശ്രദ്ധ തരിക. ശ്രദ്ധയോടെ ഈ വചനത്തെ അനുഗമിക്കുക. മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്ക. ദൈവത്തിന്റെ ശബ്ദത്തിന് നീ ചെവി ചായിക്കണം. ചെവി താനെ താഴോട്ട് വരുമോ? ഇല്ലില്ല. ചെവി താഴോട്ട് വരണമെങ്കിൽ തലയും കൂടെ എന്ത് ചെയ്യണം? കുനിയണം. ദൈവവചനത്തിന് മുൻപിൽ നിന്നെ തന്നെ സമർപ്പിക്കണം, നിന്നെ തന്നെ താഴ്ത്തണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, മകനെ എന്റെ വചനത്തിന്, ദൈവത്തിന്റെ ശബ്ദത്തിന്, ദൈവത്തിന്റെ ആലോചനയ്ക്ക്, ദൈവത്തിന്റെ അരുളപ്പാടിന്, ഈ തിരുവചനത്തിന് നീ ശ്രദ്ധ കൊടുക്കണം. 2024 ഇസ്രായേലിന്റെ പാപം എന്തായിരുന്നു? അവർ ദൈവവചനത്തോട് മറുതലിച്ചു, പ്രവാചക ശബ്ദത്തെ അവഗണിച്ചു. അതുകൊണ്ട് ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് അവരുടെ ജീവിതം കയ്പായി മാറി. അവരുടെ ജീവിതത്തിൽ താളപ്പിഴകളുണ്ടായി, മുറിവുകളുണ്ടായി, വേദനകളുണ്ടായി, തലമുറകൾ നഷ്ടമായിട്ടും പ്രതികരിക്കാൻ കഴിയാത്ത അനുഭവം ഉണ്ടായി. എന്നാൽ മടങ്ങി വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് ആലോചന വിളിച്ചു പറയുന്നു. എവിടേക്ക് മടങ്ങി വരണം? സംഘടനയിലേക്കല്ല, നേതാക്കന്മാരിലേക്കല്ല, അതെല്ലാം ചപ്പൊന്നും ചവർന്നും കളഞ്ഞിട്ട് ദൈവം വചനത്തിലേക്ക് മടങ്ങി വന്നാൽ ഒരു ശുഭഭാവിയുണ്ട്, ഒരു ശുഭകാലമുണ്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. മകനെ എന്റെ വചനത്തിന് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്ക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. ആരൊക്കെ മാറിപ്പോയാലും ദൈവശബ്ദത്തിൽ നിന്ന് നീ മാറിപ്പോകരുത്. അത് നിന്റെ കൺമുൻപിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കണം.
അപ്പൊ നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ നീ അവയെ സൂക്ഷിച്ചു വെക്കുക. അപ്പൊ വചനത്തിന് ശ്രദ്ധ കൊടുക്കണം, അതിന്റെ മുമ്പിൽ തന്നെ താൻ താഴ്ത്തണം, അത് നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മായാതെ നിൽക്കണം, അതിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണം. ഇത് ശത്രു എടുത്തുകൊണ്ട് പോകരുത്. നല്ല നിലമായിരിക്കണം. ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഹൃദയം നല്ലതായിരിക്കണം. പകയും പിണക്കവും കോപവും ക്രോധവും ശാഠ്യവും മത്സരവും തൊന്നപക്ഷവും അസൂയയും വെറുക്കൂത്തും ഒന്നും പറ്റുകയില്ല. ഭിന്നത പറ്റുകയില്ല. ഗ്രൂപ്പ് പിടുത്തം പറ്റുകയില്ല. അന്ന് മുതലേ എന്റെ ഹൃദയത്തിൽ പറ്റുകയില്ല. പകയും പിണക്കവും കോപവും ക്രോധവും ശാഠ്യവും മത്സരവും തൊന്നപക്ഷവും അസൂയയും വെറുക്കൂത്തും വിഗ്രഹാരാധന ഒന്നും പറ്റുകയില്ല. ഈ വചനം ഹൃദയത്തിനകത്തിരിക്കണമെങ്കിൽ അത് നല്ല നിലത്ത് വീഴണം. അപ്പൊ നിന്റെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെക്കുക. അടുത്ത വാക്കാണ് അവയെ കിട്ടുന്നവർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുകയില്ല. വചനം കേൾക്കുന്ന എല്ലാവർക്കും എല്ലാവരും പ്രസംഗം കേൾക്കാൻ 1000 പേരുണ്ടായിരുന്നു, ഒരു പ്രയോജനമില്ല. ഞങ്ങളുടെ സഭയിൽ 3000 ഉണ്ട്, ഒരു പ്രയോജനമില്ല. എല്ലാവർക്കും ഇത് കിട്ടുകയില്ല എന്നാ പുസ്തകം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വാക്ക് കൊടുത്തിരിക്കുന്നത്. അവയെ കിട്ടുന്നവർക്ക്. ഏതാ അവിടെ കൊടുത്തിരിക്കുന്നു? 22-ാം വാക്യം, 4-ാം അധ്യായം 22-ാം വാക്യം. അവയെ കിട്ടുന്നവർക്ക്, ഈ വചനം കിട്ടുന്നവർക്ക്, ഇത് ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നവർക്ക്. അടുത്ത വാക്ക്, അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിനും പരിഹാരമാണ്. എല്ലാ വിഷയത്തിനും പരിഹാരം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 2024 ഒരു എളിയ ദൈവദാസൻ എന്നുള്ള നിലയിൽ, നിങ്ങളെക്കാൾ ഏറ്റവും ചെറിയ ഒരുവൻ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ദൂത് ഞാൻ കൈമാറുകയാണ്. നമ്പർ 1 യേശു ആയിരിക്കണം. പ്രാർത്ഥന വർദ്ധിപ്പിക്ക്, ആരാധന വർദ്ധിപ്പിക്ക്, ദൈവവചന ധ്യാനം വർദ്ധിപ്പിക്ക്, വചനത്തിലേക്ക് ശ്രദ്ധ തിരിയട്ടെ, വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്ക്, ഈ വചനത്തെ അനുസരിക്കാൻ കൊതിയുണ്ടാകട്ടെ, ദൈവസന്നിധിയിൽ കടന്ന് ആ സാന്നിധ്യം അനുഭവിക്കാൻ കൊതിയുണ്ടാകട്ടെ. ഒരു ദിവസം കടന്നു പോകാൻ കഴിയത്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വേദന കൊണ്ട് നിറയപ്പെടട്ടെ. എന്റെ കർത്താവേ, ഇന്ന് ആരാധനയ്ക്ക് എനിക്ക് വരാൻ പറ്റിയില്ല, ദൈവസന്നിധിയിൽ നിന്ന് മുഴങ്കൽ മടക്കാൻ പറ്റിയില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അത് നിന്റെ ഹൃദയത്തിനകത്ത് വേദനയായി മാറട്ടെ. അതാണ് ഭാഗ്യവാന്മാരുടെ പട്ടികയെന്ന് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു. അതാണ് ഭാഗ്യകരമായ അവസ്ഥ. ഏത്? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നിന് വീടില്ലാത്തതിൽ ദുഃഖിക്കുന്നവരല്ല, പിന്നെയോ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖം. ആ ദുഃഖം നിനക്കുണ്ടെങ്കിൽ നീ ഭാഗ്യവാന്മാരുടെ പട്ടികയിലേക്ക് വരികയാ. കാര്യം എന്താ? നിനക്ക് കൊതി വർദ്ധിക്കുകയാ, നിനക്ക് ഉത്സാഹം വർദ്ധിക്കുകയാ. ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ നിനക്ക് ആ വല്ലാത്ത പ്രേരണ ഉണ്ടാകുക. അത് തന്നെ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് കൊണ്ടുപോകും. 2024 ദൈവവചനത്തോട്, ദൈവവചനത്തിന് ശ്രദ്ധ കൊടുക്കുക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. ആ വചനത്തിന് മുമ്പിൽ നിന്നെ തന്നെ ചെവിച്ചായിക്കുക. അവൻ നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടിയാൽ അത് നിന്റെ സർവ്വദേഹത്തിനും സൗഖ്യമാണ്. അവ നിന്റെ ജീവനാണ്. പിശാച് മോഷ്ടിപ്പാനും അറപ്പാനും തകർക്കുവാനും അത്രേ വരുന്നത്. എന്നാൽ യോഹന്നാൻ 10:10 പറഞ്ഞു, ഞാനോ ജീവൻ തരുവാൻ, സമൃദ്ധിയായ ജീവൻ തരുവാൻ. കണ്ണുകളെ അടയ്ക്കാം. 2024 ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി യേശു അനുഗമിക്കുന്ന നിന്നെ കണ്ട് യേശു തിരിയും. പ്രാർത്ഥിക്കുന്ന നിന്നെ കണ്ട് യേശു തിരിയാൻ പോകുക. നിനക്ക് വേണ്ടി തിരിയാൻ പോകുക. കരയുന്ന നിന്നെ നോക്കി തിരിയാൻ പോകുക. നിലവിളിച്ചുകൊണ്ട് കടന്നു വരുന്ന നിന്നെ നോക്കി തിരിയാൻ പോകുക. ഹൃദയം വർക്കത്തോടെ ഇരിക്കുന്ന നിന്നെ നോക്കി തിരിയാൻ പോകുക. അവൻ നിന്നെ കാണും. ആരും പറയണ്ട, നിന്നെ അവൻ കാണും. നിന്റെ ഭാരത്തെ അവൻ കാണും. നിന്റെ വേദനയെ അവൻ കാണും. നയ്യൻ പട്ടണത്തിലെ ഒരു സഹോദരി കരഞ്ഞുകൊണ്ട്, ആൾക്കൂട്ടത്തിന് നടുവിൽ എല്ലാവരും കരുതുന്നതിന്റെ കൂടെ കരഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിലും അവരുടെ ഹൃദയനുറുക്കത്തോടുള്ള കരച്ചിലുണ്ടല്ലോ, യേശു കണ്ടെങ്കിൽ ഒരാളും പരിചയപ്പെടുത്തി കൊടുക്കാതെ അവിടെ അടുക്കൽ ചെന്ന് സ്ത്രീയെ നീ കരയണ്ട എന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്നറിയാമോ? ഹൃദയത്തിനകത്തെ വേദന കാണുന്ന ഒരു കർത്താവായതുകൊണ്ടാ. ഇന്ന് ഈ ദിവസം എന്നെ കേൾക്കുന്ന നീ ഭാരത്തോടെ ആയിരിക്കാം, വേദനയോടെ ആയിരിക്കാം. നിന്റെ ഭാരം എല്ലാവരും കാണുന്നുണ്ടെങ്കിലും ആർക്കും അതിന്റെ ആഴം അറിയത്തില്ലെങ്കിലും യേശു കർത്താവ് കണ്ടാൽ അതിന്റെ ആഴം അറിയാം. ഉത്സവത്തിന് വരുന്ന വലിയ പുരുഷാരമുണ്ട്. എല്ലാവരും ആഘോഷിക്കുക. എന്നാൽ ഒരു സഹോദരി ആ ആലയത്തിന്റെ ഒരു മൂലക്കിരുന്ന് പുറത്ത് കാണിക്കാതെ ഹൃദയനുറുക്കത്തോടെ കരയുന്നുണ്ട്. അവളുടെ പേര് ഹന്നേന്ന. എല്ലാവരും വന്നത് ഉത്സവത്തിനാണ്, ആഘോഷിക്കാനാ വന്നത്.
പക്ഷെ അവൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ല. അവൾ ഒരു മൂലയ്ക്കിരുന്ന് കരയുക. കണ്ണുനീര് വരുന്നില്ല കേട്ടോ, ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല, പക്ഷെ ഒരു വിതമ്പലുണ്ട്. പുരോഹിതൻ പോലും തെറ്റിദ്ധരിച്ചു. പക്ഷേ യഹോവയായ ദൈവം അവളുടെ ഹൃദയത്തിനകത്തെ വേദന കണ്ടു, അവളുടെ പ്രശ്നത്തിന്റെ ആഴം കണ്ടു, അവളുടെ ഹൃദയനുറുക്കം കണ്ടു. അടുത്തു ചെന്നു ആ വിഷയത്തിന്റെ പരിഹാരം എടുത്തവിടെ കരങ്ങളിൽ കൊടുത്തെങ്കിൽ 2024 നീ ആരോടും പറയാതെ കരയുന്ന, ആരെയും കാണിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന വിഷയത്തിനെല്ലാം മറുപടി ഉണ്ടാകും. ഒറ്റ കാര്യം ചെയ്യണം, നീ യേശുവിനെ അനുഗമിക്കണം, വചനത്തോട് ചേർന്നിരിക്കണം. അവനോട് പറ്റിയിരിക്കുന്നവനെ അവൻ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയുന്നവനെ എല്ലാം അവൻ ഉയർത്തും. എല്ലാ കണ്ണുകളും അടച്ചാൽ തീരുമാനമെടുത്താട്ടെ. എന്റെ പ്രാർത്ഥനകൾ 2024 വർദ്ധിക്കാൻ പോവുകയാണ്. കൂട്ടപ്രാർത്ഥനകളല്ല കേട്ടോ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ദൈവവും ഞാനും മാത്രമായിട്ട് ബന്ധപ്പെടുന്ന ആ ആഴമായ അനുഗമനത്തിന്റെ പാത ഞാൻ വെട്ടി തുറക്കാൻ പോവുകയാണ്. എന്റെ ആരാധനകൾ എല്ലാ വിഷയത്തിലും ഞാൻ മഹത്വം ദൈവത്തിന് കൊടുക്കാൻ പോയി. അതാണ് ആരാധന എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ജീവനോട് ഇരിക്കുന്നത് ദൈവമേ നീ കാരണമാണ്, നീ അല്ലാതെ എനിക്ക് ആരുമില്ല, നീ തന്നിട്ടുള്ളതല്ലാതെ എനിക്കൊന്നുമില്ല. എനിക്കും അതേ പറയാനുള്ളൂ. 2023 ഞങ്ങൾ കുടുംബമായി നഷ്ടപ്പെടാമായിരുന്നു, എന്നാൽ ആയുസ് നീട്ടി തന്നത് ദൈവമാണ്. അതുകൊണ്ട് എപ്പോഴും കർത്താവേ നീ മാത്രമാണ്, നീ തന്ന ജീവനാണ്, നിനക്ക് വേണ്ടിയാണ് എന്ന ബോധ്യത്തോടുകൂടെ നീ സ്തോത്രം ചെയ്യുന്നെങ്കിൽ, ആ ഹൃദയ ചിന്ത നിനക്കുണ്ടെങ്കിൽ അതാണ് ആരാധന. അത് വർദ്ധിപ്പിച്ചാട്ടെ. ലഭിച്ചതെല്ലാം തമ്പുരാൻ തന്നാണ് ബോധ്യത്തോട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവസന്നിധിയിൽ അവനെ അനുഗമിക്കാൻ ബാക്കിയുള്ളതിനെയൊക്കെ ചെറുതാക്കിക്കൊണ്ട് ഞാൻ എന്നേക്കാൾ, എന്റെ ജീവനേക്കാൾ ഞാൻ എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു. വചനത്തോട് ബന്ധപ്പെടുവാൻ, വചനം എന്നോട് കർത്താവെ നീ എന്നോട് സംസാരിക്കണം. ഓരോ രാവിലെയും എഴുന്നേറ്റ് കർത്താവെ നീ എന്നോട് സംസാരിക്കണമേ, നീ എന്നോട് സംസാരിക്കാതെ തന്നെ പുറത്തോട്ടിറങ്ങാൻ അനുവദിക്കല്ലേ കർത്താവെ, നിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ എന്നെ സഹായിക്കണമേ എന്ന് ആഗ്രഹത്തോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കണ്ണുനീരിനെ കർത്താവ് കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നത്തെ കർത്താവ് കാണുന്നുണ്ട്. അതിനെ പരിഹരിക്കാൻ കർത്താവ് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെയായിരുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുപാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്ന കർത്താവേ, ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവ് ഞങ്ങളെ ജീവനോടെ നിർത്തിയത് കർത്താവേ ഞങ്ങളെ ഒരിക്കൽ കൂടെ ഒന്ന് അനുഗ്രഹിക്കാനാണല്ലോ. കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനാണല്ലോ കർത്താവേ. അതിനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകൾ ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ട് കർത്താവേ, എന്നാൽ ഞങ്ങൾ തിരിയുകയാണ്, യേശുവിലേക്ക് ഞങ്ങൾ തിരിയുകയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങളുടെ നോട്ടം മാറുകയാണ് കർത്താവേ. പുതിയ അനുഭവത്തോട് മുൻപോട്ട് പോകുവാൻ, ആ പുതിയ പ്രാർത്ഥന അനുഭവത്തോടുകൂടെ, ആരാധനാ ജീവിതാനുഭവങ്ങളോട് മുൻപോട്ട് പോകുവാൻ, വചനത്തോടുള്ള ബന്ധം ആഴമായി വർദ്ധിപ്പിച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ജനത്തെയും എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ പൊതിയട്ടെ. പരിശുദ്ധാത്മാവ് തന്നെ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മാർമോട് ചേർത്ത് പിടിക്കുന്നത് പോലെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകെന്ന് പറഞ്ഞ് മറക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ പൊതിയട്ടെ, നിങ്ങളുടെ വിഷയങ്ങളെ പൊതിയട്ടെ, വാഗ്ദത്ത അനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരട്ടെ, വാഗ്ദത്തം എടുത്ത് നിങ്ങളുടെ കരങ്ങളിൽ തന്നെ തരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ നന്മ അനുഭവിക്കും. ഒരിക്കൽ കൂടെ ഞാൻ ആത്മാവിൽ പറയുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും, അവരുടെ നന്മ നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ യേശു കർത്താവിന് വേണ്ടി വലിയവ ചെയ്യും. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ ഉയർത്തും. അതിലൂടെ നിങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ ഉയർത്തപ്പെടും. അങ്ങനെയുള്ള എല്ലാ നന്മകളാൽ കർത്താവ് നിങ്ങളെ നിറക്കട്ടെ, കൃപയോട് നിങ്ങളെ നിറക്കട്ടെ. പ്രാർത്ഥന അനുഭവത്തിലൂടെ കർത്താവ് നിങ്ങൾക്ക് ജയം നൽകട്ടെ. മുഴുവൻ മഹത്വം യേശു കർത്താവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടിയെ താഴ്ത്തുന്നു. പ്രാർത്ഥന കർത്തനായി സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ, കേൾപ്പിച്ച നല്ല ആലോചന